ഉത്സവമായി കുടുംബശ്രീ സർഗോത്സവം. കലയുടെ വിസ്മയം തീർത്ത് 3 ദിവസം നീണ്ട അരങ്ങ് 2024 കാസർഗോഡ് പീലിക്കോട് ഇന്ന് സമാപിക്കും. അതിരുകളില്ലാത്ത കലയുടെ വിസ്മയ മുഹൂർത്തങ്ങൾ. സ്ത്രീ കേരളം അരങ്ങിലേക്ക് നടന്നു കയറിയെത്തിയപ്പോൾ വർണ്ണാഭമായ 3 പകലുകളാണ് കടന്നുപോകുന്നത്. നാടിൻ്റെ ജനകീയ ഉത്സവമായി മാറിയ സർഗോത്സവം. അവസരങ്ങളില്ലാതെ പോയവർക്ക് മുന്നിൽ അരങ്ങൊരുങ്ങിയപ്പോൾ വേദികളിലേക്കെത്തിയ ആട്ടവും പാട്ടും നാട്യവും വരയും അനുകരണവുമെല്ലാമായി അവർ നിറഞ്ഞു. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന ഈ വേദി വളരെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നൃത്തം പഠിച്ചിട്ട് വേദിയിൽ വരാനാവാതെ ഇപ്പോൾ വീണ്ടും ചെയ്യാനും അത് ഏറ്റവും നല്ലൊരു വേദിയായിട്ട് നമുക്ക് സംസ്ഥാന മത്സരത്തിൽ നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വരാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമാണ്. കലോത്സവ വേദി വിട്ട് കഴിഞ്ഞാൽ വേറൊരു സ്റ്റേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടുന്നില്ല. ഫുള്ള് വീട്ടിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒതുങ്ങിപ്പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു സമയത്ത് എത്ര ഏജായിട്ടുള്ള ആൾക്കാർക്കായാലും ഒരു അവസരം നൽകാന്നുള്ളതിൽ വലിയൊരു കാര്യം തന്നെയായത്. കുടുംബശ്രീ അംഗങ്ങൾക്കൊപ്പം സർഗോത്സവത്തിൽ മാറ്റുരക്കാൻ ഇത്തവണ ആദ്യമായി എത്തിയ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളും മത്സരങ്ങളിൽ നിറഞ്ഞപ്പോൾ അരങ്ങുവേദികളിലേക്ക് പിന്തുണയുമായി കാഴ്ചക്കാർ ഒഴുകിയെത്തി. ഇതിപ്പം കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് നല്ലൊരു പരിപാടിയാണിത്. വീട്ടിലിരിക്കുന്നവർക്കില്ല അവരവരെ സർഗമായ പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു വേദിയാണിത്. നമുക്ക് നല്ല അറിവാണ്. ശരിക്കും ഈ നമ്മളെ 14 ജില്ലയിലെ ആൾക്കാർ വന്നിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു അനുഭവം തന്നെയാണ് ഇത്. പരിപാടിയെല്ലാം അടിപൊളിയാണ്. എല്ലാ പരിപാടിയും തന്നെ ഒന്നിനൊന്ന് വെച്ചാണ്. പിന്നെ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ചവിട്ട് നാടകമാണ്. അത് ആയിട്ടില്ല. അത് തിരുവാതിര കഴിഞ്ഞിട്ടാണ് പങ്കെടുക്കുന്നത്. പക്ഷെ എല്ലാ പരിപാടിയും നല്ല അടിപൊളിയാണ്. നാടിന് കരുത്തായ വനിതകളുടെ പേരിൽ 14 വേദികൾ. കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കുമായി 95 ഇനങ്ങൾ. 3-ാം ദിനം അരങ്ങിന് തിരശ്ശീല വീഴുമ്പോൾ 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്നവരല്ല, മലയാളത്തിന്റെ പെൺമയൊന്നാകെ വിജയിക്കുകയാണ്. 4 നൂറ്റാണ്ടിനിടയിൽ കുടുംബശ്രീ എന്ന കരുത്ത് നൽകിയ ആത്മവിശ്വാസത്താൽ. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.